അനധികൃതമായി നിർമ്മിച്ച 220 മദ്രസകളും 30 പള്ളികളും യോഗിയുടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. നേപ്പാൾ അതിർത്തിയിലാണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. നേപ്പാൾ അതിർത്തിക്ക് സമീപം മഹാരാജ്ഗഞ്ച്, സിദ്ധാർത്ഥ് നഗർ, ബാൽറാംപൂർ എന്നീ മേഖലകളിലാണ് ഇസ്ലാം മതസ്ഥാപനങ്ങൾ കൂടി തകർത്തിരിക്കുന്നത്. 225 മദ്രസകൾ, 30 മസ്ജിദുകൾ, 25 ദർഗകളാണ് ഇവർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച മതകേന്ദ്രങ്ങളാണ് ഇപ്പോൾ യോഗി സർക്കാർ തകർത്തതും. അതിർത്തി ജില്ലയിലെ അനധികൃത നിർമ്മിതികൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയും പൊളിക്കൽ നടപടി തുടരുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ അനധികൃതമായി എന്ന് ആരോപിച്ചുകൊണ്ട് മഹാരാജ്ഗഞ്ചിലെ 2 മതസ്ഥാപനങ്ങളും അതുപോലെ ശ്രാവന്തിയിലും ബക്രൈച്ചിൽ ഓരോന്ന് വീതവും പൊളിച്ചു നീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത മതനിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയിരിക്കുന്നതും. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മാണത്തിനെതിരെയും യോഗി സർക്കാർ കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. 2 വർഷമായി അവിടെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വരികയായിരുന്ന പള്ളിയും കെട്ടിടങ്ങളും പൂർണ്ണമായും പൊളിച്ചു മാറ്റി. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പള്ളിയുടെ മറവിൽ നടന്ന അനധികൃത കയ്യേറ്റം നീക്കം ചെയ്യാൻ മെഡിക്കൽ സർവകലാശാലയിലെ ചില ഡോക്ടർമാർ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഇവിടെ മതമൗലികവാദികൾ കല്ലേറ് നടത്തുകയും ചെയ്തു. ഇത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. കയ്യേറ്റക്കാരുടെ കല്ലേറിൽ 2 ഡോക്ടർമാർക്കാണ് പരിക്കേറ്റതും. തുടർന്ന് കല്ലെറിഞ്ഞ സംഭവത്തെക്കുറിച്ച് പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് സർക്കാർ അധികൃതർ കനത്ത പോലീസ് കാവലിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. 2 വർഷമായി അവിടെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വരികയായിരുന്ന പള്ളിയും കെട്ടിടങ്ങളും പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പള്ളിയുടെ മറവിൽ നടന്ന അനധികൃത കയ്യേറ്റം നീക്കം ചെയ്യാൻ മെഡിക്കൽ സർവകലാശാലയിലെ ചില ഡോക്ടർമാർ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ മതമൗലികവാദികൾ കല്ലേറും നടത്തി. കയ്യേറ്റക്കാരുടെ കല്ലേറിൽ 2 ഡോക്ടർമാർക്കും പരിക്കേറ്റു. തുടർന്ന് കല്ലെറിഞ്ഞ സംഭവത്തെക്കുറിച്ച് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് സർക്കാർ അധികൃതർ കനത്ത പോലീസ് കാവലിൽ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം സാമൂഹിക വിരുദ്ധർ ആരാധനാലയത്തിന് ചുറ്റുമുള്ള പ്രദേശം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് KGMU ഡോക്ടർ KK സിംഗ് പറഞ്ഞു. നേരത്തെ അവിടെ ഒരു ചെറിയ ശവകുടീരമുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു കടയും കെട്ടിടവും പണിതു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഇത് ഒഴിയാൻ നോട്ടീസ് നൽകുകയായിരുന്നുവെങ്കിലും കയ്യേറ്റക്കാർ അവരുടെ അനധികൃത കെട്ടിടം നീക്കം ചെയ്തില്ല എന്നും ഡോക്ടർ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതുവരെ 6 നിയമ നോട്ടീസുകൾ ഈ കയ്യേറ്റക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെയ്തത്. രാജ്യത്ത് അനധികൃതമായി ഒന്നും വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രത്തിന്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തിക്കെതിരെയുള്ള ശക്തമായ നടപടി വീണ്ടും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.